കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു റിവിഷൻ പോലെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് മാനേജ്മെൻറ്റ് എന്ന്, നമുക്കറിയാം എന്താണ് സ്ട്രാറ്റജി എന്നൊക്കെ നമുക്കറിയുന്ന ആളുകളാണ്. അപ്പം എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സ് തന്നെയാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസും കാര്യങ്ങളും ലോങ് ടേം ഗോൾസ് വളരെ പ്ലാൻ ചെയ്ത് അതിന് കൂടുതൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ബിൽഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് പ്രോസസ്സ് തന്നെയാണ്. ഓവറോൾ ഡയറക്ഷൻ, ബിസിനസ്സിൻ്റെ ഓവറോൾ ഡയറക്ഷനെ തീരുമാനിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആവും. ഇത് നോർമൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഒക്കെ പോലെ തന്നെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ഒക്കെ തന്നെയാണ് ഇതിൻ്റെയും ഇതായിട്ട് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ബിസിനസ്സിനെ എന്ത് ചെയ്യും, കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഫാസ്റ്റായിട്ട് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോർമലി ഒരു ബിസിനസ് പെർഫോം ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും, സ്ട്രാറ്റജിക് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിലും പെർഫോമൻസും ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഒക്കെ കൂട്ടും. ഇത് നമുക്ക് എന്ത് ചോദിച്ചാലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മൾ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എല്ലാ സ്ഥലത്തും നമുക്ക് എഴുതി വെക്കാൻ പറ്റിയ കുറച്ച് പോയിന്റ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 2 വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണ് സ്ട്രാറ്റജി എന്ന് എപ്പോഴും 2 വെയിറ്റേജിൽ കണ്ടുവരാറുണ്ട്. സ്ട്രാറ്റജി മീൻസ് മേക്കിംഗ് പ്ലാൻസ് ബേസ്ഡ് ഓൺ ദ കോമ്പറ്റീറ്റേഴ്സ് ആക്ഷൻ, മാർക്കറ്റ് ചേഞ്ചസ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. അതായത് നമ്മളൊരു മാർക്കറ്റിലൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അവരുടെ മാർക്കറ്റിംഗ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് ഏത് രീതിയിൽ പോകുന്നു, അവരുടെ ബിസിനസ് സ്റ്റൈൽ ഏത് രീതിയിൽ പോകുന്നു, ഇതെല്ലാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിന് എന്തൊക്കെ ചേഞ്ചുകളാണ് വരുന്നത്, മാർക്കറ്റിലെ പുതിയ ട്രെൻഡുകൾ എന്താണ് വരുന്നത്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ഷൻസ്, മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റിൻ്റെ ചേഞ്ച്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്ഥാപനത്തിന് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതിനെയാണ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആ ഒരു പ്ലാനിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുക. സ്ട്രാറ്റജി എന്താണെന്ന് 2 വെയിറ്റേജിനാണ് ചോദിക്കാറ്. അപ്പം ഈ ഒരു രീതിയിൽ എഴുതുക. ഇത് ഗോൾ സെറ്റിംഗ് ആണ്, അതുപോലെ തന്നെ റിസോഴ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആണ്, കോമ്പറ്റീറ്റേഴ്സിനെ ഡീൽ ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് എല്ലാത്തിനെയും കൂടെയാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രാറ്റജി എന്ന് പറയുക. ഈ ചാപ്റ്ററിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2 വെയിറ്റേജിന് എന്താണ് സ്ട്രാറ്റജി. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് 2 വെയിറ്റേജിന് ചോദിക്കാറുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഈ ഒരു മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാണ്. ഇത് വളരെ സ്ട്രാറ്റജിക് പരമായിട്ട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്റ്റിംഗ്, ഓർഗനൈസിങ്, പ്ലാനിങ് എല്ലാം വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് എഴുതുക. പിന്നെ ഇതിൽ ഒരു 2 വെയിറ്റേജിന് ഈ ഒരു കാണുന്ന എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ടെക്സ്റ്റിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമുക്ക് എന്തിന് ചോദിക്കും, 2 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് എലമെൻറ്റ്സ് കാണാം. ഗോൾസ്, സ്കോപ്പ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തുടങ്ങി കുറച്ച് വേർഡുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ലോജിക്ക്, ഇതിൽ ഏതെങ്കിലും ഒന്ന് 2 വെയിറ്റേജിന് ചോദിക്കും. നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. എന്താണ് ഗോൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്താണ് ഗോൾ, നമ്മളെല്ലാവരും പറയും നമുക്ക് ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാവണം, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കണം. ഇതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ ലോങ് ടേം എയിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ സ്ഥാപനത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഗോൾ എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കണ്ടെത്തുന്ന ആ ഒരു സ്കോപ്പ്. അതായത് നമ്മളിപ്പോൾ ആ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു ഒരു ഗോൾ ഉണ്ടാവും, നമുക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിക്ക്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് പ്രൊഡക്ട്സ് ഓർ മാർക്കറ്റ് ദ കമ്പനി ഫോക്കസ്. നമ്മളുടെ ബിസിനസ് എന്ത് തരത്തിലുള്ള മാർക്കറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്ത് പ്രൊഡക്റ്റുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഈ രീതിയിൽ നമ്മുടെ ഈ ഒരു സംരംഭത്തിൻ്റെ സ്കോപ്പിന് എത്രത്തോളം ഉണ്ട്, ഈ ഒരു കാര്യത്തെയാണ് സ്കോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂഷ്വൽ ആ വേർഡ് മീനിങ് തന്നെയാണ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേം എന്താണ് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സസ്റ്റെയിൻ ചെയ്യുന്നത്. അതായത്
നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പം അവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്, നമ്മളെ വേറിട്ട് നിർത്തുന്നത് എന്താണ്. അത് ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് സർവീസ് ആവാം, ലോവസ്റ്റ് കോസ്റ്റ് ആവാം. ഇതൊക്കെ ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഇത് നോക്കുന്നതിൻ്റെ കൂടെ ആ ഒരു ഷോർട്ട് നോട്ടും കൂടെ കൺസിഡർ ചെയ്ത് പഠിക്കുക. ഇതൊക്കെ ആവാം എന്ത് നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതെല്ലാം ആവാം. പിന്നെയെന്ന് പറയുന്ന ടേം ലോജിക്കാണ്. ലോജിക് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ വൈ ദ സ്ട്രാറ്റജി വിൽ സക്സീഡ്. നമ്മളുടെ സ്ട്രാറ്റജി എത്രത്തോളം ലോജിക് ഉള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോജിക് തന്നെയാണ്. അതായത് ലോജിക് ഇല്ലാത്തൊരു സ്ട്രാറ്റജി ഒരിക്കലും ഒരു മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യില്ല. അതായത് ലോ കോസ്റ്റ് ഹയർ പ്രോഫിറ്റ്, നമ്മൾ എന്താ പറയുക, ഈ രീതിയിൽ അല്ലാതെ ആരെങ്കിലും ഹൈ കോസ്റ്റും ലോവർ പ്രോഫിറ്റിനും ആരെങ്കിലും ബിസിനസ് ചെയ്യോ ഇല്ല. ഈ രീതിയിൽ ലോജിക്ക് എന്ന് പറയുന്ന ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോജിക് പരമായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. ഇത് 3 വെയിറ്റേജിനാണ് ചോദിക്കാറ്. എസ്സേക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ തന്നെ 3 വെയിറ്റേജിനാണ് ചോദിക്കാറ്. ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ നീഡും ഇമ്പോർട്ടൻസും ചോദിച്ചാൽ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ തന്നെ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് മേക്കിങ്ങിന് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്, അൺസർട്ടനിറ്റീസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് ചേഞ്ചിനനുസരിച്ച് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷന് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ രീതിയിൽ ബെറ്റർ പെർഫോമൻസ്, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോർഡിനേഷൻ, അതായത് ഫങ്ഷണൽ ഏരിയാസ്, മാനേജ്മെൻറ്റ്, സ്ഥാപനം, എംപ്ലോയീസ് ഒക്കെ തമ്മിലുള്ള കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷനിലുള്ള എല്ലാ റിസോഴ്സുകളുടെയും പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അലോക്കേഷന് വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ പ്രോപ്പർ ആവാൻ വേണ്ടി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അതായത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഡിസിഷൻസ് ഒക്കെ കുറച്ചും കൂടെ നല്ല രീതിക്കായിരിക്കും എടുക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഇത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും 3 വെയിറ്റേജിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. നമുക്കറിയാം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആ വേർഡിൽ തന്നെ ഉണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. സ്ട്രാറ്റജീസ് ഉണ്ടാക്കിയിട്ട് സ്ഥാപനത്തിന് വേണ്ട രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്തിട്ട് സ്ഥാപനത്തിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന രീതിയാണ്. സോ അതൊരു ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് തന്നെ ആയിരിക്കും. പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം വളരെ നല്ല രീതിയിലുണ്ടാവും. ഒബ്ജക്റ്റീവ്സും ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വേ കണ്ടുപിടിക്കുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഗൈഡ് മാനേജീരിയൽ ആക്ഷൻ, അതായത് മാനേജ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ആക്ഷൻസിലും ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും ബിസിനസ് പോർട്ട്ഫോളിയോ എൻവയോൺമെൻറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ആ പോയിന്റ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് പ്ലാൻസ് ആണ്, അതായത് വെറുതെ അങ്ങ് കയറി മാനേജ് ചെയ്യുക എന്നുള്ളതല്ല, ഒരുപാട് പ്ലാൻസ് ഇതിനകത്തുണ്ട്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻസ് കൺസിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഫങ്ഷണൽ പ്ലാൻസ്, ഓപ്പറേറ്റിംഗ് പ്ലാൻസ്, ഓർഗനൈസേഷണൽ പ്ലാൻസ് തുടങ്ങി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് സ്ട്രാറ്റജിക് പ്ലാൻ നടക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് തന്നെ നടക്കുന്നത്. ഒബ്ജക്റ്റീവ്സും ഗോൾസും എല്ലാം മിക്സപ്പ് ചെയ്തിട്ട് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ പ്ലാൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സിസ്റ്റംസ് അപ്രോച്ചാണ്, അതായത് ഒരു ജനറൽ മാനേജ്മെൻറ്റ് എന്നതിലപ്പുറത്തേക്ക് ഓരോ സെപ്പറേറ്റ് എലമെൻറ്റിനെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഫ്യൂച്യൂരിറ്റി ഓഫ് പ്രസൻറ്റ് ഡിസിഷൻ, ഇതൊരിക്കലും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു പരിപാടിയല്ല. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു ഡിസിഷന് ഫ്യൂച്ചറിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ഫ്യൂച്ചർ ഡിസിഷൻസ്, അല്ലാതെ ഫ്യൂച്ചർ ഡിസിഷൻസ് അല്ല ഇവിടെ ഡീൽ ചെയ്യപ്പെടുന്നത്. ഇന്ന് എടുക്കുന്ന ഓരോ ഡിസിഷനും ഫ്യൂച്ചറിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്, എത്രത്തോളം പോസിറ്റീവ് ഉണ്ട്, എത്രത്തോളം നെഗറ്റീവ് ഉണ്ട് എന്നത് സ്റ്റഡി ചെയ്യുന്നതാണ്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടൈം സ്പാൻ ആണ്, അതായത് ലോങ് റേഞ്ചിലേക്കായിരിക്കും ഓരോ പ്ലാനും എന്ത് ചെയ്യപ്പെടുന്നത്, സെറ്റ് ചെയ്യപ്പെടുന്നത്. 10 to 20 ഇയേഴ്സ് ഒക്കെ ഉള്ളൊരു ടൈം പീരീഡിലേക്കായിരിക്കും. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണ്, അതായത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സ്. ദ ഓർഗനൈസേഷൻ നെവർ ഫിനിഷ് ഇറ്റ്സ് സ്ട്രാറ്റജിക് വർക്ക്. അതായത് ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒന്നും ഒരു ദിവസമോ 2 ദിവസമോ 10 വർഷമോ കഴിഞ്ഞാൽ നിൽക്കില്ല. ആ സ്ഥാപനം നിലവിലുള്ള കാലത്തോളം കണ്ടിന്യൂസ്
ആയിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് പ്ലാനിങ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, നമ്മൾ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, അതിൻ്റെ നേച്ചറും കാര്യങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഓരോ രീതിയിലും എന്താ പറയുക, ഡിസിഷൻസ് എടുക്കുമ്പോൾ വളരെ നല്ല രീതിക്കുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എംപ്ലോയീസിൻ്റെ മൊഴയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയീസായിട്ട് നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ നല്ല രീതിക്ക് വർക്ക് ചെയ്താൽ അതിന് വേണ്ടിയിട്ടുള്ള അവർക്കൊരു റിവാർഡും കാര്യങ്ങളൊക്കെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസ് എന്ത് ചെയ്യും, അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. കാരണം അവർ നന്നായി പെർഫോം ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള റിവാർഡും കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എംപ്ലോയീസിൻ്റെ റെസിസ്റ്റൻസ് ആറ്റിറ്റ്യൂഡിനെ കുറയ്ക്കുന്നുണ്ട്. അതായത് എന്തിനേയും എതിർക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ, അവരുടെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബെറ്റർ ഡെലിഗേഷൻ, കോർഡിനേഷൻ, മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ, അതായത് മാനേജ്മെൻറ്റ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്ന ടൈമിലായാലും കോർഡിനേഷൻ ആയാലും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ആയാലും ഒരു ആക്ടിവിറ്റീനെ മോണിറ്റർ ചെയ്യുന്നതാണെങ്കിലും കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും എല്ലാം വളരെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനീനെ ഏതൊരു കോമ്പറ്റീഷൻ സിറ്റുവേഷൻസിലും എന്താ പറയുക അഡാപ്റ്റബിൾ ആക്കാൻ, അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റീഷനും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റാണ്. അതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മെഷർ ചെയ്യാനും അത് ഓവർകം ചെയ്യാനും ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ makes people to realize what are they working for, what is expect from each organization. ഓരോ എംപ്ലോയിക്കും വേണ്ട രീതിയിലുള്ള അസിസ്റ്റൻസ്, അവരുടെ അടുത്ത് നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ സ്പോട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ചോദിച്ചു കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആണ്. ഏതൊരു കാര്യത്തിനും ബെനിഫിറ്റ് ഉള്ളതുപോലെ തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എത്ര ബെറ്റർ ആണെന്ന് പറഞ്ഞാലും അതിനും ചില ചെറിയ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മൾ എന്ത് കാര്യത്തിൻ്റെ ലിമിറ്റേഷൻ നോക്കുമ്പോഴും കോസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഒക്കെ ഒരു സ്ഥാപനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, സർട്ടൻ പ്രെമിസസ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രെമിസസും എപ്പോഴും റിയലിസ്റ്റിക് ആയിക്കോളണം എന്നില്ല. അതുപോലെ തന്നെ ഇത് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നില്ല. സോ ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് എന്തുണ്ടാവും, സീരിയസ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ SWOT അനാലിസിസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണെങ്കിൽ പോലും എപ്പോഴും ഈ അനാലിസിസ് റൈറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ എംപ്ലോയീസ് ഓഫ് ഓർഗനൈസേഷൻ ഈ സ്ട്രാറ്റജി ഫോർമുലേഷന് എന്താ പറയുക ഇൻക്ലൂഡ് ആവുന്നില്ലെങ്കിൽ, അവർക്കൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലെങ്കിൽ അവരതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അതായത് ആളുകളുടെ വിഷൻ, കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സീരിയസ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആയിട്ട് വരുന്നത് ഈ സിസ്റ്റം ഓർഗനൈസേഷനെ കൂടുതൽ അംബീഷ്യസ് ആക്കും എന്നാണ് പറയുന്നത്. അതായത് അത്യാഗ്രഹം കൂട്ടും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡുകളായിട്ട് പറയുന്നത്, ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചാൽ മതി. എല്ലാം വെറുതെ വലിച്ചു വാരി പഠിച്ചിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പം പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു 4-5 ടോപ്പിക്സ് ഇത് വളരെ പ്രോപ്പറായിട്ട് പഠിക്കുക. അതിലെന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും, ഒരു 2 വെയിറ്റേജും കിട്ടും, ഒരു അത്യാവശ്യം നല്ലൊരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് വരാതിരിക്കില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സെമ്മിൻ്റെ ഏത് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ ഇനി വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.